നമ്മളിത് നുറുക്കിയെടുത്തിട്ടുണ്ട്. നുറുക്കിയപ്പം ഇതിനകത്ത് കുറച്ച് നെയ്യൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങോട്ട് കളയും. ഉണ്ടോ, നല്ല വൃത്തിയായിട്ട് തന്നെ എടുക്കും. പിന്നെ ഇതിലൊരു കുഞ്ഞ് കഷ്ണം വേണ്ടിയിട്ടുണ്ട്, അത് കളയും. ഇതെല്ലാം കളഞ്ഞിട്ടാണ്, നെയ്യ് ആ വെളുത്തതൊക്കെ നമ്മളങ്ങ് കളയും, എന്നിട്ടാണ് എടുക്കുക. ഇത്ര ചെറിയ കഷ്ണങ്ങളായിരിക്കും നമ്മൾ മുറിച്ചേക്കുന്നത്. ഒരു പീസ് ഇത്രയേ ഉള്ളൂ. ഉണ്ടോ, ചെറിയ പീസാക്കി. അതുണ്ടോ, ഇങ്ങനെയാണ് മുറിക്കുക. നമ്മളിങ്ങനെയാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി നോക്കാം. നമ്മൾ ഇറച്ചി വാങ്ങിയിട്ട് ഇത്ര സാധനമാണ് ആ ഇറച്ചിന്ന് നോക്കി എന്തോരം ഉണ്ടോ നോക്കുകയുണ്ടോ. നെയ്യാണെന്ന് പറയും, ഇതൊന്നും നമ്മൾ എടുക്കാറില്ല. ഉണ്ടോ, ഇത്രയും നെയ്യ്, ഒരു 200-250 നെയ്യുണ്ട്. ഇനി നമുക്ക് ഇത് വൃത്തിയാക്കിയിട്ടെടുക്കണം, കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഞാൻ ഇറച്ചി കഴുകുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ? ഉപ്പിടും, അല്ലെങ്കിൽ ചെറുനാരങ്ങ എൻ്റെ നീര് പിഴിഞ്ഞൊഴിക്കും. ചെറുനാരങ്ങ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇത് രണ്ടും ഉപയോഗിച്ചാണ് ഞാൻ ഇറച്ചി കഴുകുന്നത്. ഉപ്പ് കല്ലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഞെവടി കഴുകി ഒരു 6-7 വെള്ളത്തിൽ കഴുകിയിട്ടാണ് ഞാൻ ഇറച്ചി അടുപ്പത്ത് വെക്കുക. കഴുകട്ടെ. ഞവിടും. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഇറച്ചി കഴുകുന്നത്, ഞാൻ വയ്ക്കുന്ന സാധനങ്ങൾ, മീൻ കഴുകുന്നത് ഒക്കെ ഇങ്ങനെയാണ്. അതുപോലെ പച്ചക്കറി ആണെങ്കിലും ഞാനത് ഇച്ചിരി ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് എടുക്കുക. നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്ന സാധനങ്ങളല്ലേ, കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് വയ്ക്കും, അല്ലെങ്കിൽ ഉപ്പ് മാത്രം ഇട്ട് വയ്ക്കും. എങ്ങനെയായാലും ഞാനത് കഴുകി അങ്ങനെ ഒന്ന് കഴുകിയിട്ടാണ് ഞാൻ ഉപയോഗിക്കാറ്. ഞാൻ ഇവിടെ കഴുകും. മഞ്ഞൾപ്പൊടി ഇത്രയും സാധനമുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നമുളക്, കറിവേപ്പില, 2 കാന്താരി, മഞ്ഞൾപ്പൊടി. മസാലയെല്ലാം നമ്മൾ ചേർത്ത് ഇറച്ചി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മസാലയൊന്നും ഇതിൽ വേണ്ട. കുരുമുളക് പൊടി, മുളക് പൊടിയൊക്കെ അതിൽ ചേർത്താൽ ഗരം മസാല എല്ലാം ഒന്ന് നമുക്കിത് മതി. ഇത്ര സാധനം നമുക്ക് ഉള്ളിയിലോട്ട് ചേർക്കാം. ഇത് നമുക്ക് ഉള്ളിയിലോട്ടിടാം. അതൊക്കെ ബാക്കിയെല്ലാം നമ്മൾ ഇറച്ചിക്കകത്ത് ചേർത്തിട്ടുണ്ട്. ബീഫിൻ്റെ മസാല ഒക്കെ, ബീഫിൻ്റെ മസാല ഒരു 1/2 സ്പൂണ്, ഗരം മസാല എല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇട്ടാൽ മതി. ഉപ്പ് എല്ലാ സാധനവും ചേർത്തിട്ടുണ്ട്. നമുക്കിനിയും ചിക്കൻ ഇതിലേക്ക് ഇടാം. ചിക്കൻ നമുക്ക് ഈ ചീനച്ചട്ടിയിൽ ഉള്ളിയിലേക്ക് ഇടാം.
അടുപ്പിൽ വെച്ച് ഉണ്ടോ, അടുപ്പിൽ ചീനിച്ചട്ടി വെച്ച് ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. ഫ്രൈ ആയിട്ടുണ്ടതാ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതാ ആഹാ, ഇതാണ് സംഭവം. അടുപ്പിൽ വയ്ക്കുക, ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് ഫ്രൈ ആക്കി എടുക്കുക. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. നമ്മൾ ഫ്രൈ ആക്കുമ്പോഴൊക്കെ ഈ മീൻചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞു. എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.